ഇത് ബഹ്റൈൻ ട്രിപ്പ് ഇതിനെപ്പറ്റിയൊക്കെ ചോദിച്ചാൽ മതി. ഷോർട്ട് ഫിലിം എന്റെ തലമുഴൻ അതാണ് ഇറങ്ങിയോണ്ട് എല്ലാരും നോക്കുന്നത്. ഇങ്ങനെ ബൈറ്റ് നോക്കുമ്പോ ഇതൊക്കെ നോക്കുമ്പോ തന്നെ ഞാൻ എന്റെ ആൽബം ഓക്കെ ആയോ, എന്റെ ആൽബത്തിൽ എത്ര വ്യൂ ഇതൊക്കെയാണ് ഞാൻ കിടക്കാറുള്ളത്. പറ്റിയ ഒരു കാര്യം പറഞ്ഞോട്ടെ, എന്റെ സുധിച്ചാണ്ട സഹപ്രവർത്തകനായിട്ടാണ് ഞാൻ ഇത്രയും നാളും കണ്ടത്. പക്ഷെ ഇപ്പം ഞങ്ങള് ചേച്ചി ഇന്നലെ ലാലേട്ടൻ വരെ പറയുന്നത് ചേച്ചിന്റെ വസീകര മാത്രല്ല ഏത് പാട്ട് തുടങ്ങും. ചേച്ചി പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേരും വസീകര പാടും. എന്നെ ഇങ്ങനെ അടുത്ത് കാണിച്ചിട്ട് മോന്ത കൊള്ളത്തില്ല. എന്റെ മോന്ത നല്ല രസമാണ് കാണാൻ. പക്ഷെ നിങ്ങൾ കാണുമ്പോഴത്തേന് ഫ്ലൈറ്റ് മിസ്സാകും. ഒരുപാട് താങ്ക്സ്. ലാലേട്ടൻ പറഞ്ഞു പാട്ട് നല്ലതാന്ന് പറഞ്ഞു. എനിക്ക് അതിൽ കൂടുതൽ ഒന്നും സത്യം. ഞാൻ ഇല്ലായിരുന്നല്ലോ ഗെയിമില്, ഞാൻ ക്യൂറ്റായി പോയില്ല. നമ്മള് കപ്പ് ഒന്നും ആഗ്രഹിച്ചിട്ട് വന്നതല്ല. ഒരു ദിവസമെങ്കിലും ബിഗ് ബോസ് നിൽക്കണം, നെഗറ്റീവ് പറയുന്നവരുടെ മുന്നിൽ പോസിറ്റീവ് ആണെന്ന് രേണുസുതി കാണിക്കണമെന്നുള്ള ഒരൊറ്റ ഇതിൽ വാശിയുടെ പുറത്ത് വന്നത്. ലാലേട്ടൻ കൈപിടിച്ച് കയറ്റില്ല, ഏട്ടാ കൈപിടിച്ച് ഇറക്കി വിട്ടു. എല്ലാം സന്തോഷം. നമുക്ക് എന്താ പറയാ, ഒരാൾക്ക് ഗിഫ്റ്റ് കിട്ടുന്ന അല്ലെങ്കിൽ സമ്മാനം കിട്ടുന്ന നമുക്ക് സന്തോഷമാണ്. നമ്മുടെ കൂടെ കളിച്ച ഒരാൾ ഒരു കപ്പ് കിട്ടിയോ, എനിക്ക് കിട്ടിയതല്ല ഇനി എങ്ങനെ കൊണ്ടുപോകുന്നു ഞാൻ ആലോചിക്കാം. ചിരിച്ചു അത്രേ ഉള്ളൂ. അതാണ് അതെ അതെ. സുചേട്ടൻ്റെ അനിയത്തി, സ്വന്തം അനിയത്തിയല്ല സഹോദരിയാണ്. ഈ മാസം പോണം, ചിലപ്പോ അടുത്ത മാസം. നീ അമേരിക്കയിലാ പോകുന്നത്, അറിഞ്ഞോ? അമേരിക്ക. എന്നാ പിടിക്കും, മൈക്ക് പിടിക്കാൻ പോട്ടെ. പേൻ വേൾഡോ? നീ എന്നെ കളിയാക്കുന്നുണ്ടോ? ഏടാ എന്റെ തലേന്നൊരു പേൻ അല്ലല്ലോ, അത് മനസ്സിലായി. പാൻ വേൾഡ് എന്റെ തലേന്നൊരു പേൻ എടുത്തെന്നാ ഞാൻ ഇപ്പൊ 1000 രൂപ തരാം. ഓക്കെ. അപ്പൊ എന്തായാലും എന്റെ പേനെന്ന് പറഞ്ഞൊരു വിഷയം, എന്റെ പേനും ഞാൻ ഫേമസ് ആയി ബിഗ് ബോസിൽ വന്നതുകൊണ്ട്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്.